പാലക്കാട് ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് സ്ഫോടന കേസിൽ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. ചുനങ്ങാട് സ്വദേശി നീരജിനെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് വാണിവിലാസിനി അങ്കൻവാടി റോഡിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് നേരെ ബോംബെറിഞ്ഞത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ ബോംബെറിഞ്ഞ കേസിലാണ് ഇപ്പോൾ ഒരാൾ ബോംബെറിഞ്ഞ് സ്ഫോടനം നടത്തിയ കേസിലാണ്, പെട്രോൾ ബോംബെറിഞ്ഞ് സ്ഫോടനം നടത്തിയ കേസ്. അതിലാണ് ചുനങ്ങാട് സ്വദേശി നീരജ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഒറ്റപ്പാലം വാണിവിലാസിനി അങ്കണവാടി റോഡിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ സംഭവത്തിലാണ് പ്രതി നീരജിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. നിർമ്മാണം നടക്കുന്ന വീട്ടിലെ തൊഴിലാളികൾ നിരന്തരം കളിയാക്കുന്നു എന്ന ധാരണയാണ് ബോംബെറിയാൻ കാരണമായതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിന് ശേഷം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൊച്ചിയിലെ സുഹൃത്തുക്കൾക്കടുത്തേക്ക് പോയ യുവാവ് സുഹൃത്തുക്കളെ കാണാൻ കഴിയാതായതോടെ കോയമ്പത്തൂർ പോത്തന്നൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ നിന്നും ഉത്തരേന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടികൂടുന്നത്. കുടിച്ചു തീർത്ത മദ്യക്കുപ്പി, തുണിയും അതുപോലെ ബൈക്കിൽ നിന്നും പെട്രോളും ഊറ്റിയെടുത്ത് ഒറ്റയ്ക്കാണ് പ്രതി ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പുലർച്ചെ തിരി കത്തിച്ച് തൊഴിലാളികൾ ഉറങ്ങിയിരുന്ന വീടിന്റെ ചുവരിലേക്ക് ഇയാൾ ഈ പെട്രോൾ ബോംബിനെ എറിയുകയായിരുന്നു. സ്ഫോടന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയ ജിതിൻ എന്ന തൊഴിലാളിയെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് ജിതിൻ രക്ഷപ്പെടുകയായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പ്രകോപിതനാവുന്ന ഈ നീരജ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ വധശ്രമം, സ്ഫോടക വസ്തു അപകടകരമാം വിധം ഉപയോഗിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റ കൊയിലാണ്ടി സ്വദേശിയായ വിഷ്ണു, അതുപോലെ തന്നെ ബാലുശ്ശേരി സ്വദേശിയായ പ്രിയേഷ്. ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് സ്ഫോടന കേസിലാണ് യുവാവ് പോലീസ് കസ്റ്റഡിയിലായത്. ചുനങ്ങാട് സ്വദേശി നീരജിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു വാണിവിലാസിനി അങ്കൻവാടി റോഡിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് നേരെ ഇയാൾ ബോംബെറിഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.